ഡെയിലി റുട്ടീൻസ് ഓഫ് എ ഡയറക്ട് സെലക്ട് സീരീസിലെ 7ാമത്തെ വിഷയമാണ് പ്രോഗ്രാം പാർട്ടിസിപ്പേഷൻ. പ്രോഗ്രാം പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ ഡെയിലി റുട്ടീന്റെ ഭാഗമായിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. അതിൽ മേ ബി വീക്ക്ലി റുട്ടീൻ ആവാം, മന്ത്ലി റുട്ടീൻ ആവാം, അല്ലെങ്കിൽ 2 മന്ത് കൂടുമ്പോഴുള്ള ഒരു റുട്ടീൻ ടൈപ്പ് ആയിരിക്കാം. അതായത് ഇതിൽ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമുക്ക് പ്രോഗ്രാം ഉണ്ടാവണമെന്നില്ല. ഒരു ഡയറക്ട് സെല്ലിംഗ് ലൈഫിൽ ഒരു ഡയറക്ട് സെല്ലറുടെ ഭാഗമായിട്ട് ഡെയിലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം ഉണ്ടായിരിക്കണം എന്നില്ല. ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ചെറിയ ചെറിയ ടീം മീറ്റിംഗ്സ് പ്രോഗ്രാം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒന്നാമതായിട്ട് പറയാനുള്ളത് ഓൺലൈനിലും ഓഫ്ലൈനിലും നടക്കുന്ന ഡെയിലി റുട്ടീന്റെ ഭാഗമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തേണ്ട കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാമുകൾ ഉണ്ടാവും. ഉദാഹരണത്തിനുള്ള ഒരു മോർണിംഗ് മീറ്റിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഈവനിങ് മീറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഈവനിങ്ങിൽ വരുന്ന ഒരു റിവിഷൻ മീറ്റ് ആയിരിക്കാം. അന്നന്ന് ദിവസങ്ങളിൽ നമ്മൾ എന്താണോ ചെയ്തത് ആ കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് ഡെയിലി റുട്ടീന്റെ ഭാഗമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. എല്ലാവരും ചെയ്യുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ പ്രോഗ്രാം പാർട്ടിസിപ്പേഷൻ എന്നതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മളുടെ കൾച്ചറിന്റെ ഭാഗമാണ്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നമ്മളുടെ വിജയത്തിന് ആവശ്യമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്ന ഡെയിലി റുട്ടീന്റെ ആവശ്യമായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ ഈ മോർണിംഗിലും അതുപോലെ തന്നെ ഈവനിങ്ങിലും റിവിഷനും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ തന്നെ നടത്തുന്നത്. അതിൽ നിന്ന് ആരും തന്നെ ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടി പാടില്ല. അത് എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് കോർഡിനേഷൻ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോഗ്രാം ആക്കി മാറ്റാൻ വേണ്ടി പറ്റും. ഡെയിലി റുട്ടീന്റെ ഭാഗമായിട്ട് നമ്മളൊരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് മാറുന്നു എന്ന് പറയുമ്പോൾ ദിവസേന നമ്മൾക്കുള്ള അപ്ഡേഷൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്നു, ദിവസേന നമ്മളിലേക്ക് പുതിയ പുതിയ അറിവുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു, ദിവസേന നമ്മളിലേക്ക് പല രീതിയിലുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു, പല രീതിയിലുള്ള നോളജ് ഷെയർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ അത്ര കണ്ട് മികച്ച രീതിയിലുള്ള നോളജ് ഉള്ള ഒരു വ്യക്തിയായിട്ട് മാറും. അത്രയും നല്ല രീതിയിൽ ഒരു പല ആളുകളുടെ എക്സ്പീരിയൻസ് കേൾക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഫീൽഡ് വർക്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പല കാര്യങ്ങളുണ്ട്. അതൊക്കെ കൂടുകയും നമ്മൾക്ക് നല്ല രീതിയിൽ സെയിൽ എടുക്കാനും പറ്റുകയും ചെയ്യും. അപ്പോൾ ഓൺലൈനിലായിക്കോട്ടെ ഓഫ്ലൈനായിക്കോട്ടെ ഡെയിലി റുട്ടീൻ്റെ ആവശ്യമായിട്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകൾ ഉണ്ട്. അത് എല്ലാവരും തന്നെ പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യുക. അതിൽ തന്നെ ഒന്നും കൂടെ സ്ട്രെസ് ചെയ്ത് എടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്താണെന്നറിയോ, ഡെയിലി നമ്മളുടെ കമ്പനിയുടെ BOP പ്രോഗ്രാമുകളൊക്കെ നടക്കാറുണ്ടാവും. അങ്ങനെ ഡെയിലി നടക്കുന്ന പ്രോഗ്രാമുകളിൽ ഒട്ടുമിക്ക ആളുകളും പറയുന്ന ഒരു കാര്യം, ദിവസേന ഇതന്നെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ എന്തിനാണ് കയറുന്നത്, പുതിയ ഗസ്റ്റ് ഇല്ലാതെ നമ്മൾ എന്തിനാണ് കയറുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഗസ്റ്റുകൾ ഇല്ലെങ്കിൽ പോലും അത് നമ്മളുടെ ദിനചര്യയുടെ ഭാഗമായിട്ട്, ഞാൻ പറഞ്ഞല്ലോ ഡെയിലി റുട്ടീന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ആദ്യം കയറുക, നമ്മൾ കയറിക്കൊണ്ടിരിക്കുക, നമ്മളുടെ ഒരു പ്രസൻസ് അവിടെ എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മളുടെ ലൈഫിൽ ഇനി മുതലുള്ള കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോകുന്ന സമയങ്ങളിൽ നമ്മൾ ഒരു ചെറിയ പോർഷൻ ഓഫ് ടൈം ആ സമയത്തേക്ക് മാത്രമായിട്ട് വെക്കുക. പല കമ്പനികളിലും ഡെയിലി ഇതേപോലുള്ള BOP പ്രോഗ്രാമുകളോ കമ്പനിയുടെ പ്ലാൻ പ്രസന്റേഷനോ ഒന്നും തന്നെ ഉണ്ടാവില്ല. വീക്ക്ലി വൺസ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഓരോരോ ദിവസം കൂടുന്ന സമയത്ത് ഒരു വീക്കിലി 3 ഡേ എന്നുള്ള രീതിയിലോ 2 ഡേ എന്നുള്ള രീതിയിലൊക്കെ തന്നെ ഉണ്ടാവാറുള്ളൂ. അപ്പൊ ആ ഒരു സമയത്ത് ഒരു 1 അവർ മാത്രമാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടത്. അപ്പൊ അത് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മളുടെ ഫ്രീ ടൈം അതിനനുസരിച്ച് ഷെഡ്യൂൾ ചെയ്ത് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് കേട്ടത് തന്നെയല്ലേ കേൾക്കേണ്ടതെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ട ഒരു സമയമില്ലല്ലോ, അത് വേസ്റ്റ് അല്ലേ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഒരു മണ്ടത്തരമാണ്. അത് നമ്മളുടെ ദിനചര്യയുടെ ഭാഗമായിട്ട് ഞങ്ങളത് ഉൾപ്പെടുത്തേണ്ട കാര്യമാണ്. അതിന്റെ തീർച്ചയായിട്ടും ഒരു മെച്ചം നമുക്ക് ഉണ്ടാവും. ഒന്നാമത്തെ കാര്യം, നമ്മളത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പഠിക്കുകയും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യും. നമുക്ക് ഒന്നും കൂടെ അത് തറവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാണ്. അപ്പൊ ആ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ യഥാർത്ഥത്തിൽ മാറുന്നത് കമ്പനിയുടെ പ്രോഗ്രാമുകളൊക്കെ നമ്മൾ ആര് ഗസ്റ്റ് ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി നമ്മൾ അറ്റൻഡ് ചെയ്യുക, നമ്മൾ അതിൽ പാർട്ടിസിപ്പേഷൻ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഇങ്ങനെ ഗസ്റ്റ് ഒന്നും ഇല്ലാന്ന് വിചാരിച്ചിട്ട് എല്ലാവരും മാറുന്നു കഴിഞ്ഞാൽ പിന്നെ ആ പ്രോഗ്രാമിന്റെ ആവശ്യം തന്നെ ഉണ്ടാവില്ലല്ലോ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളുടെ തീരുമാനം പറയുന്നു, അതുപോലെ തന്നെ എല്ലാവർക്കും എല്ലാവരുടെയും തീരുമാനമുണ്ട്. അപ്പോൾ ഒരു പ്രോഗ്രാമിന്റെ സക്സസ് എന്ന് പറയുന്നത് അത് എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ ആണ്. സ്പെഷ്യലി അതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന മെമ്പേഴ്സിന്റെ പാർട്ടിസിപ്പേഷൻ തന്നെയാണ്. രണ്ടാമത്തെ കാര്യമാണ് ബോർഡ് മീറ്റിംഗ്. ബോർഡ് മീറ്റിംഗ് എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡിസ്കഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്ട് ഒരു പ്രൈവസിയോട് കൂടിയിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ്, കോർ ടീമിന്റെ മീറ്റിംഗ് ആണ് ബോർഡ് മീറ്റിംഗ് എന്ന് പറയുന്നത്. അത് ഡെയിലി ഉണ്ടാവണമെന്നില്ല. പകരം അത് വീക്ക്ലി വൺസ് അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ 15 ദിവസത്തിൽ ഒരു ദിവസം അല്ലെങ്കിൽ മന്ത്ലി വൺസോ 2 മന്തിൽ വൺസോ എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് ഉണ്ടാവുക. അത്തരത്തിലുള്ള ബോർഡ് മീറ്റിംഗിൽ നമ്മൾ തീർച്ചയായിട്ടും പങ്കെടുക്കണം. അത് നമ്മളുടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ലൈഫിൽ നമ്മുടെ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യം കൂടെയാണ്. നമ്മളെ കോർ ലീഡർ ആയിട്ട് പരിഗണിച്ചിട്ടുണ്ടാവുക എന്തുകൊണ്ടാണ്? നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മളിലൂടെ നമ്മളുടെ ആ ടീം വളരാൻ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ട്, നല്ലൊരു ലീഡർ ആണ് എന്നുള്ളൊരു പരിഗണന നമുക്ക് കിട്ടിയത് കൊണ്ടാണ്, നമുക്ക് ആ ക്വാളിറ്റി ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ കോർ ടീമായിട്ട് പരിഗണിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അത് എല്ലാവരും വിചാരിക്കുന്ന പോലെ കുറെ ക്വാളിറ്റി ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ഒരു ടീം വർക്ക് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അതിൽ ഭൂരിഭാഗം സമയത്തും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ചില ആളുകൾ
ആളുകൾക്ക് നല്ല പ്ലാൻ പ്രസന്റേഷൻ അറിയാം, ചില ആളുകൾക്ക് നല്ല കോർഡിനേഷൻ ആയിരിക്കും, ചില ആളുകൾക്ക് സെയിൽസ് ക്ലോസിംഗ് ആയിരിക്കും കൂടുതൽ, ചില ആളുകൾക്ക് നോളജ് കൊടുക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടം. അങ്ങനെ അവരവരുടേതായിട്ടുള്ള ഓരോരോ മേഖലകളുണ്ട്. അത് ഒന്ന് ഒത്തുകൂടുമ്പോഴാണ് അത് നല്ലൊരു കോർ ടീം ആവുന്നതും നല്ലൊരു ടീം സ്ട്രെങ്ത്തിൽ അത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് പോകുമ്പോഴാണ് ടോട്ടൽ പ്രോഗ്രാം കളർഫുൾ ആവുന്നതും. അല്ലെ, നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. എല്ലാവർക്കും എല്ലാ കഴിവുകളും ഒരുപോലെ കിട്ടണമെന്നൊന്നുമില്ല. പകരം പല രീതിയിലെ കഴിവുകളുള്ള പല ആളുകളെ ഒത്തൊരുമിക്കുമ്പോഴാണ് അതൊരു ടീം വർക്കും, അതിലൂടെയാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ സുഹൃത്തുക്കളെ, ബോർഡ് മീറ്റിംഗ് വിളിക്കുന്ന സമയത്ത്, നമ്മളുടെ ടീം ലീഡേഴ്സ് അറിയിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യുക, കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് നമ്മൾ നമ്മളുടെ കൾച്ചറിന്റെ ഭാഗമാക്കി ഉൾപ്പെടുത്തേണ്ടതാണ് ഇത്തരത്തിലുള്ള ബോർഡ് ടീമിൽ മെമ്പേഴ്സ് ആയിട്ടുള്ള ആളുകൾ. മൂന്നാമത്തെ കാര്യമാണ് ടീം ട്രെയിനിങ്, അതർ ട്രെയിനിങ്. അതായത് നമ്മുടെ ടീം ലീഡേഴ്സ് ഒരു പ്രോഗ്രാം വെക്കുന്നു, കമ്പനി ഒരു പ്രോഗ്രാം വെക്കുന്നു, ആ പ്രോഗ്രാമിൽ നമ്മൾ നിർബന്ധമായും പങ്കെടുത്തിരിക്കണം. അതായത് കമ്പനിയുടെ ഒഫീഷ്യലായിട്ട് വെക്കുന്ന പ്രോഗ്രാമുകളിൽ. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനു മുമ്പത്തെ പല വീഡിയോകളിലും ഡിസ്കഷൻ ചെയ്തൊരു കാര്യമുണ്ട്. കമ്പനിയുടെ പ്രോഗ്രാമുകൾ കമ്പനി അപ്ഗ്രേഡ് ചെയ്യണം, നല്ല പ്രോഗ്രാമാക്കി മാറ്റേണ്ട ബാധ്യത കമ്പനിക്കുണ്ട്. ടീം ലീഡേഴ്സ് വെക്കുന്ന പ്രോഗ്രാമുകളിൽ റിപ്പീറ്റേഷനോ ആവർത്തന വിരസതൊന്നും ഇല്ലാത്ത രീതിയിൽ അതും ഗംഭീരമായിട്ട് ചെയ്യാനും, പുതുമകൾ ആഡ് ചെയ്യാനും, പുതിയ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാനും, പുതിയ മാറ്റങ്ങൾ, പുതിയ നോളജ്, പുതിയ PPT, പുതിയ വീഡിയോസ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് അതിനൊന്ന് കളർഫുൾ ആക്കി ഒരു എക്സൈറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യാനും ലീഡേഴ്സും ശ്രമിക്കേണ്ടതാണ്. ഇത് ചെയ്യാത്ത പക്ഷം ഒരു പ്രോഗ്രാമിലേക്ക് വീണ്ടും വീണ്ടും പേയ്മെന്റ് കൊടുത്തിട്ട് പോകുന്നത് എന്തിന് എന്നുള്ള ഒരു ചോദ്യത്തിന് ഒരിക്കലും ഒരു ലീഡർക്ക് ഉത്തരവുണ്ടാവില്ല, ഒരു ടീം മെമ്പേഴ്സിന് ഉത്തരവുണ്ടാവില്ല, ഒരു കമ്പനിക്ക് ഉത്തരവുണ്ടാവില്ല. അപ്പൊ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ട് നല്ല രീതിയിൽ, നല്ല പ്രസന്റേഷനോട് കൂടിയിട്ട്, നല്ല ഒരു രീതിയിൽ തന്നെ, നല്ലൊരു റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ആളുകൾക്ക് എന്താണോ വേണ്ടത് അത് മനസ്സറിഞ്ഞ് നമ്മൾ കൊടുക്കുക. പലപ്പോഴും ഈ ഒരു ഇൻഡസ്ട്രിയിൽ നടക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ആളുകളുടെ മനസ്സറിയാനും പലർക്കും പറ്റുന്നില്ല. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ട്രാക്ക് റെക്കോർഡിലുള്ള പല സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു 40% ആളുകൾക്കും ആളുകളുടെ മനസ്സ് തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്നില്ല, ഡയറക്ട് സെല്ലേഴ്സ് എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. എന്നിട്ട് അതിന്റെ വേറൊരു ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്നത് കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അതുപോലെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പലരും തയ്യാറല്ല. ഒരു ടീം മെമ്പർ ആയിട്ടുള്ള ലിബിൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ടീം മെമ്പർ മനസ്സിൽ കാണുന്ന സമയത്ത് ലീഡർ മാനത്ത് കാണണം എന്നാണ് പറയാറുള്ളത്. മുമ്പ് പറയുന്ന ഒരു ചൊല്ലാണ്, എന്നാൽ ഞാൻ തർജ്ജമ ചെയ്ത് പറഞ്ഞത് മാത്രം. ടീം മെമ്പർ മനസ്സിൽ കാണുമ്പോൾ ടീം ലീഡർ എവിടെ കാണണം? അത് മാനത്ത് കാണണം. മാനത്ത് കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നാലും ഈ ടീം മെമ്പർ ഈ ലീഡറോട് പറയുവാണ്, ഇന്ന മാറ്റങ്ങൾ ആവശ്യമാണ് സാർ, തന്നെ ചിന്തിച്ച് നോക്കൂ, ഇന്ന രീതിയിൽ നമുക്ക് ചെയ്തുകൂടെ, ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്തുകൂടെ, ഇങ്ങനെ എല്ലാവരും ചെയ്യുന്നുണ്ട്, നല്ല റിസൾട്ട് ഉണ്ട്, ഇങ്ങനെ ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ എന്ന് പറയുമ്പോൾ ആ ഒരു അഭിപ്രായമേ പരിഗണിക്കാതെ ഓൾഡ് സ്റ്റൈലിലൂടെ തന്നെ പോകുന്ന ഒരു ടീമിലേക്ക് ലിബിൻ ആസ് എ യങ് ആയിട്ടുള്ള ഒരു ഓൺട്രപ്രണർ എന്നുള്ള രീതിയിൽ, യങ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഒരിക്കലും തന്നെ സാറ്റിസ്ഫൈഡ് ആവില്ല. ആ ടീമിൽ നിന്ന് വിട്ടുപോകാനേ ലിബിൻ ശ്രമിക്കുള്ളൂ. അല്ലെങ്കിൽ പതിയെ ഡൗൺ ആയി വരുന്ന ലിബിന് ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ഒരു ബാക്ക് ഔട്ട് അടിക്കുന്ന ഒരു രീതിയിലേക്ക് ആവും. അപ്പൊ ഇതിന് ഒരു അവസരം കൊടുക്കാതെ, അതാ ഞാൻ പറഞ്ഞത്, ടീം മെമ്പേഴ്സ് മനസ്സിൽ കാണുമ്പോൾ ടീം ലീഡർ അത് മാനത്ത് കണ്ടുകൊണ്ട് ചിന്തിച്ച് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ലീഡറായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മാറേണ്ടതുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ട്രെയിനിങ്സും പ്രോഗ്രാമുകളും കമ്പനി ആണെങ്കിലും ലീഡേഴ്സ് ആണെങ്കിലും പ്രൊവൈഡ് ചെയ്യുക. ഇതിലെല്ലാവരും പങ്കെടുക്കുക, പാർട്ടിസിപ്പേഷൻ ചെയ്യിപ്പിക്കുക. ഇത് നമ്മളുടെ ഒരു റുട്ടീന്റെ ഭാഗമാക്കി മാറ്റുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. എത്രത്തോളം പ്രോഗ്രാമുകൾ നടത്താൻ വേണ്ടി പറ്റും അത്രത്തോളം പ്രോഗ്രാമുകൾ നടത്തുക. പ്രോഗ്രാംസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയുടെ സക്സസ് ജേണിയിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്. പ്രോഗ്രാംസ് ആണ് ഇതിന്റെ ഒരു ജീവൻ. പ്രോഗ്രാംസിലൂടെ മാത്രമേ ഒരു കമ്പനിക്ക്, ഒരു ലീഡർക്കും വളരാൻ വേണ്ടി പറ്റുള്ളൂ, സെയിൽസും കൂട്ടാൻ വേണ്ടി പറ്റുള്ളൂ. ഇത് നമ്മൾ മനസ്സിലാക്കണം. അത് ടീമിന്റെ ട്രെയിനിങ്ങോ കമ്പനിയുടെ ട്രെയിനിങ് ആണെങ്കിലും. രണ്ടാമത്തെ ഒരു ഭാഗമാണ് ഇതിൽ അതർ ട്രെയിനിങ്സ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്, അത് നമ്മൾക്ക് വേണ്ടതാണ്. കമ്പനിയുടെ പ്രൊഡക്റ്റ് പ്ലാന്, ഫ്യൂച്ചർ അപ്ഡേഷൻസ്, ഇതൊക്കെ നമ്മൾ അറിയേണ്ടത് അത്യാവശ്യമാണ്. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഫീൽഡിലേക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഒന്ന്. രണ്ട്, ലീഡേഴ്സിന്റെ നോളജ് നമുക്ക് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്, ലീഡേഴ്സിന്റെ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട്, കാര്യങ്ങളൊക്കെ തന്നെ അടിപൊളിയാണ്. ആ രീതിയിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. മൂന്നാമത്തെ ഒരു ഭാഗമുണ്ട്, കമ്പനിക്ക് പറയുന്നതിനപ്പുറം പ്ലസ് ലീഡേഴ്സ് സംസാരിക്കുന്നതിനപ്പുറം ഒരു പുതുമ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പുറത്തു നിന്നുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ ട്രെയിനേഴ്സിനെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് കൃത്യമായിട്ട് കൺവിൻസ് ചെയ്ത് നമ്മുടെ കമ്പനിയുടെ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ട് അതിന്റെ സെയിൽസിന്റെയും അതിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള സെയിൽസിന്റെ മെത്തേഡ്സ്, പുതിയ സ്ട്രാറ്റജി, മാർക്കറ്റിംഗ് പ്ലാനുകൾ, ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ ട്രെയിനിങ്, എക്സ്റ്റേണൽ ട്രെയിനിങ്സ് നമ്മുടെ ടീമിനെ കൂട്ടിക്കൊണ്ടു പോവുക, അല്ലെങ്കിൽ നമ്മുടെ ടീമിൽ അത്തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ വെക്കുക. ഇത് നിർബന്ധം
നിർബന്ധമായും ഇനിയുള്ള കാലഘട്ടത്തിൽ എല്ലാ കമ്പനികളും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എല്ലാവരും ചെയ്തു വരുന്നുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പലപ്പോഴും പലരും മടിക്കുന്നുണ്ട്. മടിക്കാനുള്ള റീസൺസ് ട്രഡീഷണലി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പല ഇഷ്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പല തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പല കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെ ഉണ്ട്. അത് ആ വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, കാര്യങ്ങൾ സംസാരിക്കുക, അങ്ങനെയൊന്നും ഇല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ചതിന് ശേഷം മാത്രം, അതിനുള്ള രേഖകളും എഗ്രിമെന്റ്സും റെഡിയാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ആ ഒരു ട്രെയിനിങ്ങിലേക്ക് കമ്മിറ്റ് ചെയ്ത് പ്രവർത്തിക്കുക. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെ ടീമിന് കിട്ടുന്ന സമയത്ത് ആ ടീമിന്റെ പെർഫോമൻസ് നല്ല രീതിയിൽ കൂടുകയും അവർക്ക് പുതിയൊരു എക്സൈറ്റ്മെന്റ് വരികയും പുതിയ രീതിയിലൂടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രീനെ മൂവ് ചെയ്യിപ്പിക്കാനുള്ള നോളജും കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുകയും ചെയ്യും. പലപ്പോഴും മോട്ടിവേഷനിൽ ഒതുങ്ങുന്ന പ്രോഗ്രാമുകളാണ് അധികം കാണാറുള്ളത്. അത് മാറ്റിയിട്ട് നോളജ് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമിലേക്ക് എല്ലാവരും കടക്കുക. അത് നിങ്ങളുടെ മന്ത്ലി അല്ലെങ്കിൽ 2 മാസത്തിൽ ഒരു തവണയെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന രീതിയിലുള്ള ഒരു റുട്ടീന്റെ ഭാഗമാക്കി മാറ്റി കഴിഞ്ഞാൽ വളരെ വളരെ നല്ലതായിരിക്കും. അപ്പൊ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് അല്ലെങ്കിൽ സെയിൽസ് മാർക്കറ്റിംഗ് ഓറിയന്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു സെഗ്മെന്റ് കൂടെ കടത്തി കൊണ്ടുവരേണ്ട ഒരു ആവശ്യം ഇന്ന് മാർക്കറ്റിൽ ഉണ്ട് എന്നുള്ളതാണ് ഒന്നും കൂടെ ഓർപ്പിക്കാനുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകളും മീറ്റിംഗ്സും എല്ലാം തന്നെ കണ്ടക്ട് ചെയ്തുകൊണ്ട് അത് ഡെയിലി റുട്ടീന്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് എല്ലാവർക്കും വിജയിക്കാൻ വേണ്ടി പറ്റട്ടെ എന്ന് ഈ ഒരു വീഡിയോയിലൂടെ പേഴ്സണലി എല്ലാവർക്കും ഒരു ആശംസ നേരുകയാണ്. താങ്ക് യു സോ മച്ച്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.